ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന എല്ലാവരും ആരാധന ആരാധന യേശുവേ യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ പരിശുദ്ധമ വഴി ഈശോയോട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങൾ, ഞങ്ങളുടെ ജീവിത വിഷമതകൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവര് എല്ലാം സമർപ്പിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മേ, അമ്മ വഴി ഈശോയുടെ ഉടമ്പടി എല്ലാ നിയോഗങ്ങളുടെ മേല്, ഉടമ്പടി പുതുക്കിയപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേല് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. എല്ലാ തിങ്കളാഴ്ചകളിലും ഇവിടെ നടക്കുന്ന കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണം. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ കൃപാഭിഷേക തപസ് ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ദുരിതങ്ങൾ പങ്കുവെച്ച് മെസ്സേജെടുത്ത് പോയിട്ടുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെ കർത്താവേ കൃപാസനത്തിൽ വന്ന് കർത്താവേ ദിവ്യകാരുണ്യ സന്നിധിയിൽ പക്ഷാപരത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. നമുക്ക് നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം കേൾക്കാം. ആരിയ്ക്കണ്ട, നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ കൊതിയോടെ കേട്ട് ദാഹത്തോടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവതരമായൊരു കാര്യം, വെരി സീരിയസ് മാറ്റർ. ഇപ്പം നമ്മൾ ഇന്നത്തെ കുർബാനയിൽ വായിച്ച വചനയിലെ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 35-31 മുതലുള്ള തിരുവചനങ്ങളാണ് വായിച്ചത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ ഉള്ള തിരുവചനങ്ങൾ. അപ്പം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ 35-ാമത്തെ തിരുവചനമാണ്. ലൂക്ക 4:35 ചെകുത്താൻ്റെ സംസാരമാണ്, സറ്റാനിക് വേഴ്സ്. ചെകുത്താൻ ഈശോയെക്കുറിച്ച് എന്നാ പറഞ്ഞത്? ഇപ്പം ഈശോ എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? ഗലീലയിലെ കഫർനാമിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു സിനഗോഗിലാണ്. സിനഗോഗിൽ ഈശോനെ കണ്ടപ്പോൾ, പ്രാർത്ഥനാലയത്തിൽ ഈശോനെ കണ്ടപ്പോൾ ചെകുത്താൻ എന്നാ പറഞ്ഞത്? നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാകുന്നു. കണ്ട, രക്ഷ ഈശോനെ അധരം കൊണ്ട് അയാളെ ഏറ്റുപറയുകയാണ് പിശാച്. അപ്പം പകുതി രക്ഷയായി ഇല്ലേ? രക്ഷ പ്രാപിക്കാനുള്ള പൗളിയൻ ഫോർമുല എന്താ? രക്ഷ പ്രാപിക്കാനുള്ള വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ സൂത്രവാക്യം എന്താ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അതായത് ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് രക്ഷ പ്രാപിക്കാനുള്ള സുവിശേഷത്തിൻ്റെ സൂത്രവാക്യം. അതിൽ പകുതി ഇയാൾ പറഞ്ഞു കഴിഞ്ഞു. പ്രാർത്ഥനാലയത്തിൽ വെച്ച്, പള്ളി വെച്ചാണ് പറഞ്ഞത്. ചെകുത്താൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? യേശുവേ നീ പരിശുദ്ധനാകുന്നു. ഇനി വീണ്ടും ചെകുത്താൻ ഈശോയെ കാണുന്നുണ്ട്, അഥവാ ഈശോ ചെകുത്താനെ കാണുന്നുണ്ട് ഈ സുവിശേഷത്തിൽ തന്നെ. അത് 8:28 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:28. അതും ഗലീലിയൻ മിനിസ്ട്രിയിലാണ്. കർത്താവിന് 2 മിനിസ്ട്രിയാണ് ഉള്ളത്. ഒന്ന് ഗലീലിയൻ മിനിസ്ട്രി, രണ്ടാമത് ജെറുസലേം മിനിസ്ട്രി. അങ്ങനെ സുവിശേഷത്തിൽ 2 ഘട്ടമായിട്ടാണ് ഈശോയുടെ മിഷൻ സുവിശേഷകന്മാർ പ്രത്യേകിച്ച് ലൂക്ക തിരിക്കുന്നത്. ഗലീലയിൽ സംഭവിച്ച 1.5 കൊല്ലത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ 2 കൊല്ലത്തെ സംഭവങ്ങൾ, അത് മുഴുവൻ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. പിന്നെ ഈശോ അവിടുന്ന് പതുക്കെ യൂദയായിൽ ചെന്നിട്ട്
ജെറുസലേമിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള കർത്താവിൻ്റെ മിഷൻ. ഇപ്പം ഗലീലയിൽ യോർദാൻ നദി ഗലീലയും കടന്ന് ഗലീല കടന്ന് അപ്പുറത്തെത്തുമ്പോൾ ഗരസേനരുടെ നാടാകും. അവിടെ തോണി ഇറങ്ങുമ്പോഴും ഒരു ചെകുത്താനെ കാണും. ഒരു ചെകുത്താനല്ല, കുറേ ചെകുത്താന്മാരുണ്ടാകും. അവരെല്ലാം കൂടി പറയണ ഒരു വാക്കുണ്ട്. എന്താണ്? 8:28 ലുക്ക 8:28 യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ദൈവം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം. അപ്പോൾ പിശാച് എൻ്റെ അധരം കൊണ്ട് ദൈവമെന്ന് പറഞ്ഞെങ്കിൽ അയാളെ ഹൃദയത്തിൽ വിശ്വസിച്ച് തന്നെ പറഞ്ഞതാണ്. ഒരു വിഷയം വരാൻ വളരെ ഡേഞ്ചറസ് സബ്ജക്റ്റാണിത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ റോമ 10:9 അനുസരിച്ചുകൊണ്ട് ദൈവം അവന് മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ രക്ഷ പ്രാപിക്കും ആരും. പിന്നെ ചെകുത്താനെന്താ അവന് രക്ഷ പ്രാപിക്കാഞ്ഞത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഹൃദയത്തിൽ അങ്ങനെ വിശ്വസിച്ചായിരുന്നു. ചെകുത്താൻ യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ചെകുത്താൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആരാ പറഞ്ഞത്? യാക്കോബ് ശ്ലീഹ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2:19 വായിച്ചാൽ മനസ്സിലാകും. ചെകുത്താൻ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതാണ് യാക്കോബ് 2:19. ദൈവം ഏകനാണെന്ന് ചെകുത്താൻ വിശ്വസിക്കുന്നുണ്ട്. തന്നെയല്ല, അവൻ്റെ ബോഡി ലാംഗ്വേജ് രസമാണ്. അവൻ ഭയന്ന് വിറക്കണം എന്നാണ് പറയണത്. നമ്മളെക്കാൾ കുറച്ചുകൂടി ആഴമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ചെകുത്താൻ. അതാണ് ഭയന്ന് വിറക്കണം. നമുക്ക് ഭയന്ന് വിറക്കലൊന്നും ഇല്ലല്ലോ. അവൻ ഭയന്ന് വിറക്കണം എന്നാണ് യാക്കോബ് ശ്ലീഹ പറയണത്. പക്ഷേ ഈ വചനങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ എന്ത് മനസ്സിലാകും? രക്ഷ പ്രാപിക്കാനുള്ള എല്ലാവിധ വകുപ്പും അതിൻ്റെ ഡിമാൻഡ്സ് എല്ലാം ചെകുത്താൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു, ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, യേശുവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാവരും ഏകദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫണ്ടമെൻ്റൽസ്, അടിസ്ഥാനമെല്ലാം ആഘോഷമായിട്ട് വിശ്വസിച്ചവൻ ഭയന്ന് വിറക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചെകുത്താൻ രക്ഷ പ്രാപിക്കാഞ്ഞത്? നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കും ചെകുത്താനെ പോലെ സംഭവിക്കും. എല്ലാം അറിയാം, പക്ഷെ നമ്മൾ ദൈവത്തെ പ്രാപിക്കത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. എന്തുകൊണ്ടാണ് ചെകുത്താൻ രക്ഷ പ്രാപിക്കുക? ദൈവത്തെ പ്രാപിക്കാതിരുന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിറയാതിരുന്നിട്ട് നിത്യനാശത്തിൽ ജീവിക്കണേ? എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമാണ്, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അതാണ് സംഭവം. അതാണ് യാക്കോബ് ശ്ലീഹ 2:17 പറയും. പ്രവൃത്തി ഭയങ്കര സീരിയസാണ്. ഈ ഉടമ്പടി ഇത്രയും ശക്തമായിട്ട് ദൈവത്തിന് ഓപ്ഷൻ പോലും ഇല്ലാതെ നമ്മളെ സഹായിക്കുന്ന എന്താ കാര്യം? നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഞാൻ തന്നെ ഈ ചില സമയത്ത് എനിക്ക് കരച്ചിൽ വരും, ചില സമയത്ത് എനിക്ക് ചിരി വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ബുദ്ധിയിലുള്ള കാര്യമല്ലായിരുന്നു ഇങ്ങനെയൊരു വീട്ടിലെ വിഷയം. ഇത്രയും അമൂല്യവുമായ ഒരു പ്രെയർ ഫോം പാലിൽ അല്ലെങ്കിൽ മോരിൽ വെണ്ണ ഇരിക്കണ പോലെ, നെയ്യ് ഇരിക്കണ പോലെ 2000 കൊല്ലങ്ങളായിട്ട് ഇരിക്കുകയാണ്. അത് കടഞ്ഞത്, അമ്മ പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് വന്നത് ബൈബിളിലെ പാല് കടഞ്ഞ് നമുക്കതിനകത്ത് വെണ്ണയും നെയ്യും തരാൻ വേണ്ടിയാണ്. അതാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ.
ഈ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നമ്മൾ പ്രാർത്ഥന പ്രത്യക്ഷത്തിന് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾ, നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾ അവരുടെ പ്രാർത്ഥനാ സമയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് ഒരുപാട് ബോധ്യം നൽകുന്നവർ നന്ദി പറയുന്നു. കർത്താവേ, എല്ലാ നിയോഗങ്ങളും പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ വിശ്വാസ നീതീകരണ വിഷയത്തിൽ ഏറ്റവും ടോപ്പ്, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് പൗലോസ് ആണെന്ന് വിചാരിച്ചത്. പക്ഷേ പൗലോസിനേക്കാൾ ടോപ്പ് യാക്കോബ് ശ്ലീഹയാണ്. യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞ് വ്യക്തത തന്നില്ലായിരുന്നെങ്കിൽ ഈ പിശാചിനെ പോലെ ചുമ്മാ വിശ്വാസം കൊണ്ട് നമ്മൾ ഇരുന്നേനെ. യാക്കോബ് ശ്ലീഹയാണത് വ്യക്തത വന്നത്. യാക്കോബ് ശ്ലീഹ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്നറിയാവോ? വിശ്വാസം മൂലം മാത്രമല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, പ്രവർത്തികൾ കൊണ്ട് കൂടിയാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം 50% ഉള്ളു വിശ്വാസത്തിൽ. വിശ്വാസം മാത്രം അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ 50% ഉള്ളൂ. 50% ഇവിടെ കിടക്കുന്നത് പ്രവർത്തികൾ. അതാണ് 2:24 യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2:24. വിശ്വാസം മൂലം മാത്രമല്ല നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, പ്രവൃത്തികൾ കൊണ്ട് കൂടിയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഞങ്ങൾ വളരെ സ്ട്രിക്റ്റാണല്ലോ പത്രത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചു. എന്താ കാര്യം എന്നറിയാമോ? മറ്റ് കാര്യങ്ങൾ, ഉടമ്പടിയുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഉപവസിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഉടമ്പടി പുതുക്കി തരാൻ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം ഞാനിവർക്ക് സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പ്രേക്ഷിത പ്രവർത്തനമാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി. നാട്ടുകാരുടെ മുമ്പിൽ നടക്കണം, വീട് വീഴാൻ തോറും നടക്കണം, പത്രം കൊണ്ട് കൊടുക്കണം. അത് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാം ചെയ്ത് കാണുമെന്ന്. അതാണ് ഞങ്ങളുടെ കണക്കൂട്ടല്ലേ. അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കണത് പത്രത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല നോക്കണത്. എന്താ നോക്കണത്? ദാനധർമ്മത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് ഡിജിറ്റലിൽ പുതുക്കണില്ലേ? ഈ ആൾക്കാരൊക്കെ കൗൺസിലിംഗ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ദാനധർമ്മവും നടന്നു കാണത്തില്ല, രോഗികളെ ശുശ്രൂഷിച്ചിട്ടില്ല. നമ്മുടെ കുടുംബത്തിലുള്ള രോഗികൾ, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചെന്നില്ലേ, അങ്ങനെ രോഗി സന്ദർശനം നടന്നിട്ടില്ല. ഈ പത്രം മേടിച്ച് പുതുക്കാൻ വേണ്ടി ഡിസൈനിൽ വരുന്നതാണ്. മെസ്സേജ് എടുക്കുമ്പോൾ പാളണം. അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ദൈവത്തോട് സത്യസന്ധമല്ലാത്ത കൊണ്ട് പിശാചിൻ്റെ വിശ്വാസ പ്രഖ്യാപനം പോലെ ആയിപ്പോയി. അതരം കൊണ്ട് ഏറ്റു പറയുന്നുണ്ട്, പക്ഷെ പ്രവർത്തികളിലില്ല. ഉടമ്പടി ഇത്രയും ശക്തമാകാൻ കാരണം അത് പ്രവർത്തികളുടെ പ്രാർത്ഥനയായതുകൊണ്ടാണ്. അതിൻ്റെ 2 പ്രവർത്തികൾ വരുന്നത് എന്താണ്? ഒരെണ്ണം എന്താണ്? ഒന്ന്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഇപ്പോൾ രോഗികളെ സന്ദർശിക്കുക. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഇതെല്ലാം ഇടയ്ക്കിരുന്ന് നോക്കണം. ഈ 1 മാസത്തിനുള്ളിൽ ചെയ്ത് മാറ്റേണ്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടത്? ഉടമ്പടി ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്നല്ല, പിന്നെന്താ? സ്നേഹമായിരിക്കട്ടെ. ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാൻ രോഗിയെ പോയി കാണുമ്പോഴേ വിഷയം മാറും, കർത്താവിൻ്റെ പേന തെളിയാതെ വരും. എന്താ കാര്യം? ഉടമ്പടിയാണ് നിങ്ങളുടെ ലക്ഷ്യം, ഉടമ്പടിയല്ല ലക്ഷ്യം. എന്താ ലക്ഷ്യം? സ്നേഹമായിരിക്കട്ടെ നമ്മുടെ. അപ്പം ഉടമ്പടിയുടെ സാരസംഗ്രഹം എന്താ? ബിബ്ലിക്കൽ ലവാണ്, ദൈവസ്നേഹമാണ് ശരിക്കും. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ
ഉടമ്പടിയുടെ മർമ്മമായ ദൈവസ്നേഹവും ദൈവസ്നേഹ പ്രവർത്തികളും ദൈവസ്നേഹത്തോടെ അനുഷ്ഠിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് ഒരു വചനം പറഞ്ഞല്ലേ, പകലായിരിക്കുവോളോ എന്നെ അയച്ചവൻ്റെ ജോലി ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന്. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. ഒരു അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ്റെ 9-ാം അധ്യായത്തിൽ പറയണതാണ്. അപ്പം എപ്പോഴും നമ്മൾക്ക് ആ ഒരു ജാഗ്രത വേണം. ക്രിസ്തീയ ജീവിതം, പുണ്യസമാഹരണം ഒരു ജാഗ്രതയുടെ വിഷയമാണ്. പകലായിരിക്കുമ്പോൾ ഇപ്പോൾ 20 വയസ്സ് തൊട്ട് ഒരു 50 വയസ്സ് വരെ 60 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കറക്റ്റ് പകലാണ്. നിങ്ങൾ 70 വയസ്സായിട്ട് പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്, ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് വേറെ വിഷയത്തിലാണ് പറയണത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമുള്ളപ്പോൾ നമ്മളെ കൃപ സമ്പാദിക്കാൻ നോക്കണം. പലതരത്തിൽ സംഭവിക്കാം. കാരണം ഒരു വ്യക്തി കൃപയെ ആർജിക്കണത്, ദൈവശക്തി ആർജിക്കണത് 4 പുണ്യങ്ങളിലൂടെയാണ്. വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. പിന്നെ എന്താ 4-മത്തത്? എന്താ? ദൈവിക പുണ്യമല്ലെങ്കിലും ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കണത് സമർപ്പണമെന്നും പറഞ്ഞ സംഭവമുണ്ട്. അതാണ് വിശ്വാസവും പ്രത്യാശയും സ്നേഹം എന്ന് വിചാരിച്ചോ. അതിൽ വിശ്വാസം വെള്ളിയാണ് അല്ലെങ്കിൽ പിച്ചളയാണെന്ന് വിചാരിച്ചോ. അപ്പോഴേ പ്രത്യാശ വെള്ളിയാകും, അപ്പോഴേ ദൈവസ്നേഹം സ്വർണ്ണമാകും, സമർപ്പണം പ്ലാറ്റിനമാകും. അതാണ് കാര്യം. സമർപ്പണത്തിൻ്റെ എല്ലാം മുകളിലാണ് എപ്പോഴും. എൻ്റെ മക്കൾ, ഇത് പകലായിരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ചെറുപ്പകാലത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സുള്ളപ്പോഴേ എന്തെങ്കിലും കാര്യം ദൈവം നിങ്ങൾ ഒത്തിരിയേറെ ആശിച്ചിട്ടും തന്നില്ലെങ്കിൽ നിങ്ങൾ നാളെ കോടീശ്വരന്മാരാകും. അതാ കാര്യം. ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ കാര്യം തന്നെ. ഇപ്പോൾ കൃപാസനത്തിൽ ഇപ്പോൾ ഇന്നാണെങ്കിൽ അച്ഛൻ ചെയ്യും. 10 വർഷമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീട്ട് അവിടെ നിന്ന് കിട്ടും. നിങ്ങൾ ഒരുമിച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ അൾത്താരെ നിൽക്കുമ്പോൾ വരണം. 10 വർഷമായിട്ട് മക്കളില്ല, ഭാര്യയും ഭർത്താവും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചീട്ട് കിട്ടും. കാര്യം അമ്മ അൾത്താറ അത്ഭുതത്തിൻ്റെ അൾത്താറയാണ്. ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നു, 10,000-കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുന്ന സ്ഥലമല്ലേ ഇത്. ആ 2 സ്ഥലം നമുക്കുണ്ട്. 2 പോയിന്റുകളിലും ആൾക്കാർ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്, ഈശോൻ്റെ അടുത്തും പരിശുദ്ധ അമ്മയുടെ അടുത്തും. അപ്പോൾ വളരെ ആക്യൂട്ടായിട്ടുള്ള, നമ്മുടെ കൈവിട്ട് പോയിരിക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് കൃപാസനം അൾത്താറയിൽ അമ്മ പ്രത്യക്ഷപ്പെടിടവാണ്. ഇത് ഞാൻ പറയണതിൻ്റെ അകത്ത് എന്തെങ്കിലും അല്പം ആകർഷകമാക്കാൻ വേണ്ടി പൊടിപ്പുണ്ടെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയാണ് ഇവിടെ ഇരിക്കണം, നിങ്ങൾ ഓർത്താൽ മതി. എൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ഓർക്കേണ്ട കാര്യമില്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഇപ്പോൾ നിങ്ങൾ വികലാംഗനായി ജനിച്ചതാണെന്ന് വിചാരിച്ചോ, ഇല്ലേ? നമ്മൾ ഉടമ്പടിയിലും
കൃപാസന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ കാലുവരെ നീണ്ടു വന്നിട്ടുണ്ട്, 2 ഇഞ്ച്. എന്നിട്ട് മുടന്ത് മാറിയിട്ടുണ്ട്. സാക്ഷി നമ്മൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് അതൊന്നും വരണില്ലെന്ന് വിചാരിച്ചോ, നീ വീണ്ടും മുടന്തനായിട്ട് ആ മുടന്തിയായിട്ട് തന്നെയാണ് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കണമെന്ന് വിചാരിച്ചോ, നിങ്ങൾക്കറിയാവോ, അതാണ് സമർപ്പണമെന്ന് പറയണത്. അതാണ് സമർപ്പണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആദ്യമേ പരിശുദ്ധ അമ്മയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാവോ? നമ്മൾ അവസാനമാണ് സമർപ്പണത്തിലേക്ക് വരണത്. അമ്മ ആദ്യമേ സമർപ്പണത്തിലേക്ക് വരും. നമ്മളിൽ നിറയണ പരിശുദ്ധാത്മാവിൻ്റെ തോതനുസരിച്ചാണ് സമർപ്പണ പ്രഖ്യാപനം ആദ്യവും അവസാനവും നടുക്കുമാകണത്. അമ്മ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ആദ്യമേ പറഞ്ഞില്ലേ, ഇല്ലേ? അമ്മ അതാണ് സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി അഥവാ ദാസൻ. ഇത് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് പറയേണ്ട കാര്യമാണ്. പക്ഷേ അമ്മ ആദ്യമേ മംഗളവാർത്തയിലെ മുഹൂർത്തത്തിൽ തന്നെ പറഞ്ഞു, മദർ ഈസ് ഗ്രേറ്റ്. ശ്രുതികട ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സഹനം വരുമ്പോൾ മാത്രമല്ല സമർപ്പണം വരണത്. സന്തോഷം വരുമ്പോഴും അമ്മയ്ക്ക് സമർപ്പണമുണ്ട്. ഭയങ്കര സംഭവമാണ്. ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, അപ്പാ ഈ ആളെ തന്നെ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന്. അമ്മയുടെ സമർപ്പണത്തിൻ്റെ ശരീരഭാഷ മൗനമാണെന്ന് ഞാൻ വൈദികര ധ്യാനത്തിന് പോയപ്പോൾ എനിക്ക് എൻ്റെ ധ്യാനത്തിൽ കിട്ടിയ ഒരു വലിയ വെളിപാടാണ്. അമ്മയുടെ സമർപ്പണത്തിൻ്റെ ഭാഷ മൗനമാണെന്ന്. അപ്പോൾ എനിക്കൊരു മറിയത്തിൻ്റെ 3-ാം മൗനമെന്നും പറഞ്ഞ് എനിക്കൊരു അവസാനം ഒരു സന്ദേശം കിട്ടി. അമ്മയ്ക്ക് 3 മൗനങ്ങളുണ്ട്. 3-ാമത്തെ മൗനം, 1-ാമത്തെ മൗനം അമ്മ ഈശോനെ പെറ്റ രാത്രിയിൽ അകൃതമായ തൊഴുത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ് ആദ്യത്തെ മൗനം. 2-ാമത്തെ മൗനം, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെക്ക് ഒന്ന് വിട്ടിട്ട് ഈശോ സ്വർഗീയ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ട സമയം വന്നപ്പോൾ ആ ഡിറ്റാച്ച്മെൻറ്റിന് വീട്ടിലെത്തിയപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു മൗനമായെന്ന്. എല്ലാ സഹന വിഷയവും പലപ്പോഴും ആന്തരിക സന്തോഷത്തോടു കൂടി അമ്മ ഏറ്റെടുത്ത് മൗനമാക്കുന്നതിൻ്റെ കാരണം സമർപ്പണമാണ്. അത് ലൂക്ക 2:19, ലൂക്ക 2:48 ഒക്കെ ഈ മൗനത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ശരീരഭാഷകളാണ്. നിങ്ങളും മിണ്ടാണ്ടിരിക്കും ചില സമയത്ത്. എപ്പോഴാണെന്നറിയാവാ? മുഖപ്പിശാച്ച് കൂടുമ്പോൾ. ബൈബിളിൽ മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? കർത്താവ് ഒരു മുഖപ്പിശാച്ചിനെ പുറത്താക്കിയെന്ന് പറഞ്ഞില്ലേ? ഭർത്താവ് വെള്ളം അടിക്കണമെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും ഇല്ലേ? നമ്മൾ ഉടമ്പടി ചെയ്തിട്ടും അയാളെ വലിച്ചു കയറ്റിക്കൊണ്ട് വരുമ്പോൾ പിന്നെ മിണ്ടത്തില്ല. എന്തായിട്ട് നിൻ്റെ നാവിറങ്ങിപ്പോയാന്ന് ചോദിക്കുമ്പോൾ മിണ്ടത്തില്ല. അത് മുഖപ്പിശാച. മൗനം 2 തരത്തിൽ വരും. ഒന്നും മറിയൻ മൗനം വരും, പിന്നെ മുഖപ്പിശാചിൻ്റെ മൗനവും വരും. ഏതാണ് നിങ്ങൾ ആചരിക്കണമെന്നൊന്ന് ആത്മശോധന ചെയ്താൽ മതി. ശ്രുതികട്ടെ ഹല്ലേലൂയ. അഭിഷേക വചനങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്നതിനെ ഓർത്ത്
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മറിയത്തിൻ്റെ മൂന്നാം മൗനമുണ്ട്. അത് വലിയ സന്തോഷത്തിൻ്റെ സമയത്തുള്ള മൗനമാണ്, അശടക്കമാണ്. എന്താ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വെളുപ്പാങ്കാലത്തില്ലേ അകിലും കുന്തിരിക്കവും മീറയുമൊക്കെ ഇടിച്ച് പൊടിച്ച് സുഗന്ധക്കൂട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഒരു മോളവിടെ അടുക്കള തട്ടിയും മുട്ടിയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അമ്മ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ പ്രാർത്ഥിച്ച് കിടക്കുന്നുണ്ട്. അമ്മയ്ക്കറിയാം അവൾ പോണത് എവിടെയാണ്? കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോവുകയാണ്. കർത്താവിൻ്റെ കല്ലറയിൽ പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റൻ്റെ മകനെ അവൾ കാണും എന്ന് നമുക്കറിയാം. വലിയ സന്തോഷത്തിൻ്റെ ആ മുഹൂർത്തം അവൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ട് അമ്മ നോൻപെടുത്ത് ആശയടക്കം പാലിച്ച് സന്തോഷത്തോടെ മിണ്ടാണ്ട് കിടക്കും. അതാണ് മറിയത്തിൻ്റെ മൂന്നാം മൗനം. ശ്രുതികടെ ഹല്ലേലൂയ. അപ്പോൾ തനിക്ക് കൂടി അവകാശപ്പെട്ട, തനിക്ക് മാത്രം അവകാശപ്പെട്ട ആദ്യ ദർശനം ആണമ്മ പങ്കുവെക്കുന്നത്. തനിക്ക് മാത്രം അവകാശപ്പെട്ട സന്തോഷത്തിൻ്റെ ആദ്യ മുഹൂർത്തം തൻ്റെ മകൾക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുത്തിട്ട് അമ്മ മൗനമായിരിക്കും. സന്തോഷത്തെ പങ്കുവെക്കുന്ന മറിയം, അതിൻ്റെ പേരിൽ മൗനം പാലിക്കുന്ന മറിയം എക്കാലത്തെ മനുഷ്യരാശിയുടെ മാതൃകയാണ്. എൻ്റെ മക്കൾ, എന്തെങ്കിലും സന്തോഷം നമുക്ക് ലഭിക്കാനുള്ളത്, അവകാശം, അർഹതയായിട്ടുള്ള സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കണത് കാണുമ്പോൾ നമ്മൾ ഈ സമർപ്പണത്തിൻ്റെ മൗനം പാലിക്കണമെന്നാണ് അമ്മ നമ്മളോട് പറയാതെ പറയണത്. കൈ അടിച്ച് കർത്താണ് ശ്രമിക്കുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം അമ്മയുടെ 3 മൗനങ്ങൾ നമ്മൾ കണ്ടു. ഈശോ ജനിച്ച രാത്രിയും ഈശോ ഉയർത്ത രാത്രിയും 2 മൗനങ്ങൾ. നടുക്ക് ഈശോയെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി, അമ്മയെ നകന്ന പിതാവിൻ്റെ കാര്യത്തിൽ വേദനാകാൻ വേണ്ടി കൈവിട്ടു പോകുന്ന ദിവസവും 3 മൗനങ്ങളാണ്. ഈ 3 മൗനങ്ങളാണ് നമ്മുടെ ആധ്യാത്മികതയുടെ ശരീരഭാഷ എന്ന് പറയുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഭയങ്കര ആശയടക്കം വേണം ഉയർപ്പിൻ്റെ രാത്രിയിലെ. എല്ലാം ആശയടക്കത്തോട് ബന്ധപ്പെട്ട മൗനങ്ങളാണ്. ആത്മസംയമനത്തോടും ആശയടക്കത്തോടും. ഒരു കട്ടൻ ചായ കൂടി വാങ്ങിച്ച് കിട്ടാനുള്ളൊരു മാർഗം കർത്താവ് ജനിച്ച രാത്രിയിൽ ഔസേപ്പിതാവിന് പോലും ഇല്ല. ആ സ്ഥലം അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ്. എവിടെയാണ് കടയുള്ളതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, മനുഷ്യരിൽ നിന്നും ഒക്കെ ഒത്തിരി, മനുഷ്യൻ്റെ താമസ സ്ഥലത്തു നിന്ന് 2 കിലോമീറ്ററെങ്കിലും അകലെയാണ് കാറ്റൽ ഫീൽഡ്. അവിടെയാണ് തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി കിട്ടാനുള്ള അവകാശത്തെ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യമേ പരിശുദ്ധാത്മ പറഞ്ഞു, മേരി ആദ്യമേ കയറി പറഞ്ഞു കേട്ടാ, ഇതാ കർത്താവിൻ്റെ ദാസ്യെന്ന്. ആദ്യം സമർപ്പിക്കണതാണ് എപ്പോഴും നല്ലത്. എൻ്റെ മക്കൾ എന്ത് ഉടമ്പടി വെച്ചാലും ആദ്യമേ കർത്താവിൻ്റെ ദാസ്യെന്ന് പറഞ്ഞിരിക്കണം. ഇന്നത്തെ എന്തെങ്കിലും ദൈവഹിതമല്ലെന്നുണ്ടെങ്കിൽ Thy will be done, thy kingdom come എന്ന് പറയണം. ആരെപ്പോലെ? കർത്താവിനെ പോലെ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ നിറവേറണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവസ്നേഹം കൂടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. നെഞ്ചത്ത് വെച്ചേ കൈ. കർത്താവായ ഈശോയെ,
പരിശുദ്ധ അമ്മയെപ്പോലെ ഓരോ ദിവസവും ഓരോ അനുഭവത്തിലും എന്നിൽ ദൈവസ്നേഹം കൂടുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ഒരു സമർപ്പണത്തിൻ്റെ, അതായത് നമ്മളുടെ സമർപ്പണത്തിനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇൻക്ലിനേഷൻ, ചായ്വ്, ബെൻഡിങ് അനുസരിച്ച്, പ്രവണത അനുസരിച്ചാണ് നമ്മുടെ ആധ്യാത്മികത ദൈവം അളക്കുന്നത്. എപ്പോഴും ചില വിഷയങ്ങൾ, ഇപ്പോൾ നിനക്ക് 45 വയസ്സുണ്ട്, നിനക്ക് മക്കളില്ല. അപ്പോൾ നീ എന്തു ചെയ്യും? നിൻ്റെ അനിയത്തി ഗർഭിണിയാണ്, അല്ല അവർക്ക് മക്കളുണ്ട്, നിൻ്റെ ബന്ധുക്കൾക്കെല്ലാം മക്കളുണ്ട്, എല്ലാവരും നിന്നോട് ചോദിക്കുന്നു എന്താ. അപ്പോൾ ചില നിൻ്റെ ശത്രുക്കൾ പറയും അവളുടെ കൈയിരിപ്പ് കൊണ്ടാണ് അവൾക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. അപ്പോൾ കുത്തുവാക്കുണ്ട്, സഹതാപമുണ്ട്, ഇതെല്ലാം കൊണ്ട് നിൻ്റെ മനസ്സ് വാടിപ്പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം സമർപ്പണത്തിൻ്റെ വിഷയങ്ങളാണ്. ഈ സമർപ്പണത്തിനുള്ളൊരു പ്രത്യേകത, പലപ്പോഴും ഇത് സമർപ്പണം പ്രത്യാശയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യാശയുടെ ഒരു വലിയ ഒരു അമൂർത്ത രൂപമാണ് സമർപ്പണം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ച് കൊടുക്കുന്നതാണ് സമർപ്പണം. ഈ ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? ചില കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നതാണ് സമർപ്പണം. കൈ ഇടിച്ചു കിടത്താണ് സുലൈലി. നമ്മൾ നോൻപിലല്ലേ? ഏത് നോൻപാ? 8 നോൻപ്. അപ്പോൾ നോൻപ് ഇങ്ങനെ സഭയിൽ എത്ര നോൻപുണ്ട്? ഞാനിത് 4 നോൻപിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫേസ്ബുക്കുകാർ ചോദിച്ചു, അതിലൊരു എടുത്ത് ചോദിച്ചു, അപ്പോൾ 5ാമത്തെ നോൻപ് എന്ത് ചെയ്യുന്നു ചോദിച്ചു. ശരിക്കും 5ാമത്തെ നോൻപിനെ കുറിച്ച് എനിക്ക് അത്ര കണ്ട് തിട്ടമില്ലായിരുന്നു. 5ാമത്തെ നോൻപ് ഏതാ? 15 നോൻപ് അല്ലേ? 15 നോൻപാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിലനിൽക്കുന്ന നോൻപ്. ഇവിടെ സിറിയൻ മാർത്തോമ സഭയിലുണ്ട്, ഓർത്തഡോക്സ് സഭയിലും 15 നോൻപുണ്ട്. അത് കർത്താവിൻ്റെ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോൻപാണ്. ആഗസ്റ്റ് 1 തൊട്ട് 15 വരെ. അപ്പം 3 നോൻപെന്ന് പറയണത് വലിയ നോൻപിന് മുൻപ് വരണത്. വലിയ നോൻപ് ആരംഭിക്കുന്നതിന് 18 ദിവസം മുമ്പ് വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ. 8 നോൻപെന്ന് പറയണത് മാതാവിൻ്റെ ജന്മത്തിരുന്നാളിന് സെപ്റ്റംബർ 8 വരെ, 1 തൊട്ട് 8 വരെ എടുക്കുന്ന നോൻപുകൾ. ഇപ്പോൾ 2 നോൻപുകൾ അമ്മയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ കൊച്ചു നോൻപുണ്ട്, അത് ആഗമന കാലത്തിന് ശേഷം വന്ന് 25 ദിവസങ്ങൾ. വലിയ നോൻപുണ്ട്, പെന്തക്കോസ് വരെ വരുന്ന ദിവസങ്ങൾ ആണ് വലിയ നോൻപുകൾ. അത് ശരിക്കും ആ വലിയ നോൻപിൻ്റെ ലക്ഷ്യം എന്താ?
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാണത്. 50 നോൻപെന്നല്ല പറയണത്. അപ്പോൾ നമ്മൾ അറിയാതെ കൊണ്ട് പെട്ടെന്ന് വലിയ ശനിയാഴ്ച കൊണ്ട് ആ നോൻപ് അവസാനിപ്പിച്ച് കളയും. വലിയ ശനിയാഴ്ച ശരിക്കും പറഞ്ഞാൽ 50 നോൻപാണത്. പരിശുദ്ധാത്മാ പെന്തക്കോസ്ത ദിവസം വരെ ആ നോൻപ് തുടരേണ്ടതാണ്. എന്താണ് കർത്താവ് നോൻപെടുക്കാൻ പറഞ്ഞിരുന്നത്? നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉപസിച്ച് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കണേ. നടപടി 1:4 അനുസരിച്ചാണ് വരി നോൻപ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ വിശ്വാസി ഇതെല്ലാം പാലിക്കും. അപ്പോൾ അത് ആ സഭയുടേതാണ്, ഇത് ഈ സഭയുടേതാണെന്നല്ല. ഏത് സഭയുടേതായാലും ശരി കർത്താവിൻ്റെതാണ്, അല്ലേ? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃപയാർജിക്കാൻ പറ്റിയ എല്ലാ ജീവിത സാഹചര്യങ്ങളും അനുകരണീയമാണ്. ശ്രുതികട ഹല്ലേലൂയ. എല്ലാ നോൻപുകളുടെ ഉദ്ദേശം എന്താണ്? സമർപ്പണമാണ്. എല്ലാ നോൻപുകളുടെ ഉദ്ദേശം എന്താണ്? സമർപ്പണമാണ്. സമർപ്പണം സഹനത്തെയും സമർപ്പിക്കാം, സന്തോഷത്തെയും സമർപ്പിക്കാം. നമ്മൾ സഹനത്തെ മാത്രമാണ് സമർപ്പിച്ച് പഠിച്ചത്. പരിശുദ്ധമ്മയുടെ 3-ാം മൗനം സന്തോഷത്തിൻ്റെ 6-ാം ദിവരസ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? അമ്മയ്ക്ക് അവകാശപ്പെട്ട സന്തോഷമാണ് കർത്താവിനെ ആദ്യം കാണുക എന്നുള്ളത്, അല്ലേ? ആ സന്തോഷമാണ് അമ്മ സമർപ്പിച്ചുകൊണ്ട് മേരി മാഗ്ഡലിന് കൊടുത്തിരിക്കുന്നത്. നിൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ആ സന്തോഷത്തിൻ്റെ ഒരു സമർപ്പണമുണ്ട്. അപ്പോൾ നീ ആരാകും? സ്വർഗത്തിൻ്റെ രാജ്ഞിയാകുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധമയെക്കുറിച്ച് നൽകുന്നതിനെ നന്ദി പറയുന്നത് കർത്താവേ. ഹല്ലേലൂയ. അച്ഛന്മാരെന്നോട് ചോദിച്ചേ, ആരാധനയുടെ സമയത്ത് അമ്മയ്ക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം വരുന്നതെന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് തോന്നണതാണത്. അമ്മയുടെ മാതൃക നമ്മൾ അവലംബിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈശോയെ അനുകരിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അമ്മയുടെ മാതൃക നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹം എന്താ? അമ്മയുടെ സൂക്ഷ്മമായ മാതൃക വരെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപാട് നൽകുകയാണ്. ശരിക്കും സഭയെ പരിപോഷിപ്പിക്കുകയാണ്. എക്കാലത്തെ ഈശോയെ അനുകരിക്കാനുള്ള സോളിസ്റ്ററി ബസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വേഴ്സ്വർത്ത് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ്. ഇത് പറയുന്നത് ഇൻക്ലൂഡഡ് ആണ്. എന്താ കാര്യം? യേശുവിനെ അനുഗമിക്കാനുള്ള ഏറ്റവും ലളിതമായ, ഏറ്റവും പെർഫെക്റ്റ്, പൂർണ്ണമായ മാതൃകയാണ് പരിശുദ്ധ അമ്മ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സങ്കടം സമർപ്പിക്കുന്നതിനേക്കാൾ സൂപ്പറാണ് സന്തോഷം സമർപ്പിക്കുന്നത്. പീഡിയ, നീ ദൈവദരിശ നീ കച്ചവടം ചെയ്യാൻ പഠിക്കണം. ഇതൊരു വ്യാപാരമാണ്. ഇപ്പം നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആത്മീയ വ്യാപാരക്കാരാണെന്നും പറഞ്ഞല്ലേ നിരീശ്വരന്മാർ കുറ്റപ്പെടുത്തുന്നത്? ഇത് കറക്റ്റൊരു വ്യാപാരമാണ്. എന്ത് വ്യാപാരമാണിത്? കൃപ കൈകാര്യം ചെയ്യുകയും അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന വ്യാപാരമാണ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നിനക്കൊരാൾ വാച്ച് തരാമെന്ന് പറഞ്ഞു. നീ ജയിച്ചാൽ നീ എല്ലാത്തിനും ഫുൾ A+ മേടിച്ച ഏറ്റവും നല്ലൊരു വാച്ച് 20,000 രൂപയുടെ വാച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം നീ പഠിച്ചു, അല്ലെങ്കിൽ നിനക്ക് സൈക്കിൾ തരാമെന്ന് പറഞ്ഞു. നീ പഠിച്ചു, സന്തോഷത്തോടെ ആഗ്രഹിച്ച് പഠിച്ചു, നീ എല്ലാത്തിനും A+ വാങ്ങിച്ചു. വാച്ച് വാങ്ങിച്ചു തന്നു, പക്ഷെ അതിന് 4,000 രൂപയെ വിലയുള്ളൂ. അപ്പം നിൻ്റെ സന്തോഷം പോയില്ലേ? 16,000 രൂപയുടെ സന്തോഷം പോയി. അതെന്തിനുള്ളതാണ് ആ സന്തോഷം? അമ്മ പറയും, നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്കിളിനെ തോന്നിവാസം വിളിച്ചുകൊണ്ട് മോന്തം കയറിയിരിക്കാനുള്ളതല്ല. ആ സന്തോഷം നിനക്ക് ലഭിക്കാനിരുന്ന അവകാശം അത് നഷ്ടപ്പെടുമ്പോഴുള്ള ആ സന്തോഷം സമർപ്പിക്കാനുള്ളതാണ്. ദൈവവേദനെ
നിന്റെ സഹനം സമർപ്പിക്കുന്നതിനേക്കാൾ അത് വെള്ളിയാണെങ്കിൽ നിന്റെ സന്തോഷം സമർപ്പിക്കുന്നത് സ്വർണ്ണമാണ്. കൈ അടിച്ചു കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീ സന്തോഷം സമർപ്പിക്കുമ്പോൾ നീ മരിയനായി മാറും. ഇപ്പം നിങ്ങൾ ബസ്സിൽ പോവുകയാണ്, നിങ്ങൾ സമാധാനത്തിൽ കയറി ഇരിക്കുക, തൃശ്ശൂരേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് ഇല്ലേ? നീ ബസ്സിൽ കയറി സ്വസ്ഥം, അയ്യോ ദൈവമേ ഇത്രയും നേരം കൃപാസനത്തിൽ ഞെരുങ്ങിയിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഞാൻ സീറ്റ് കിട്ടിയില്ല, ദൈവമാണ് എനിക്ക് സീറ്റ് തന്നതെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു വല്യമ്മ വരണത്. അപ്പോൾ നമ്മൾ വല്യമ്മയെ നോക്കത്തില്ല, ചോദ്യചിഹ്നം പോലെ കീഴ്പ്പാട് നോക്കിക്കൊണ്ടിരിക്കും. ഒരു ഡ്രൈവർ ബ്രേക്ക് പിടിക്കുമ്പോൾ വല്യമ്മ വന്ന് നമ്മുടെ സീറ്റിൽ ഇടിക്കും. അപ്പോൾ മറ്റുള്ളവർ നമ്മളിങ്ങനെ മോന്തം കയറി നോക്കും, ഒന്ന് എഴുതി കൊടുക്കാൻ പറ്റിയിരിക്കും. അവർ നോക്കണ മുമ്പ് നമ്മൾ എഴുന്നേക്കും, നമ്മുടെ സന്തോഷം നമ്മൾ സമർപ്പിക്കുകയാണ്, അപ്പോൾ നമ്മൾ മാതാവാകും. ശ്രുതികട ഹല്ലേലൂയ. സഹനം സമർപ്പിച്ച് കോടീശ്വരം കൃപയുടെ കോടീശ്വരന്മാരാകുന്നതിനേക്കാൾ എളുപ്പമാണ് സന്തോഷം സമർപ്പിക്കാൻ. സഹനം സമർപ്പിക്കുന്നതിന് സാഹചര്യം ഒറ്റപ്പെട്ടതേ കിട്ടത്തുള്ളൂ. സന്തോഷം സമർപ്പിക്കാൻ വേണ്ടി ഒത്തിരി വേണ്ടല്ലോ, ഒരു വിരുന്നുകാരൻ വന്നാൽ മതിയല്ല. നമ്മുടെ അങ്കിള് വൈകുന്നേരം രാത്രി നമ്മുടെ വീട്ടിൽ വന്നാൽ മതിയല്ലോ. എന്താ നമ്മുടെ കട്ടിൽ കൊടുക്കേണ്ടി വരും മിക്കവാറും. നമ്മൾ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങണ കട്ടിൽ അമ്മ പറയും, എടേ അങ്കിൾ ആ മുറി കിടക്കണമെന്ന് പറയും. അതോടുകൂടി നമ്മളെവിടെ കിടക്കണം? അടുക്കളപ്പിൽ കിടക്കണം. അപ്പോൾ നമ്മൾ മോന്തം കയറ്റി അങ്കിളിനെ കാണിക്കാതെ മോന്തം ഇങ്ങനെ പറയണേ. അപ്പോഴും സന്തോഷം സമർപ്പിക്കാൻ അപ്പോൾ ഓർക്കണം, അമ്മ എന്നിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ടീച്ചർ ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, ഉടമ്പടി ഒരു ജീവിതക്രമമാണെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ വാക്ക്. എല്ലാ സാക്ഷ്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് അവസാനം രേഖ ടീച്ചർ പറഞ്ഞത് ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. അതാണിപ്പോൾ ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ മറിയത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് പറയുകയാണ്. മറിയത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണം സന്തോഷത്തിൻ്റെ സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ 1 by 1 ആയിട്ട് വരുന്നത് എന്താണ്? സന്തോഷം സമർപ്പിക്കാനുള്ള വിളിയാണ് മരിയൻ വിളി. അതാണ് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണ ദൈവ പൈതലായി നമ്മൾ മാറ്റണത്. കൈ അടിച്ച് കർത്താണ് ചൊല്ലി രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യം മാത്രമല്ല, കൃപാസനം മനുഷ്യൻ്റെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ കാര്യവും അമ്മ ഏറ്റെടുക്കുവന്ന് നിന്നെയും കർത്താവ് സന്തോഷിപ്പിക്കാം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നിങ്ങളെല്ലാവരും സൗഖ്യപ്പെടണമെന്ന്. ഞാനൊരു ഭംഗിക്ക് പ്രാർത്ഥിക്കണമല്ല, ഇത് ധ്യാനകേന്ദ്രമായതുകൊണ്ട് പ്രാർത്ഥിക്കണമല്ല. ഞാൻ നിങ്ങളെ വേദനിക്കാതിരിക്കണമെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരിടുന്നത് കൊണ്ടാണ് നമുക്ക് രോഗശാന്തി പ്രാർത്ഥനയുള്ളത്. നിങ്ങൾ വേദനിക്കാതെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവദുരിസിനെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ചട്ടപ്പടി ഒരു ധനകേന്ദ്രമല്ലേ, എന്നാൽ ഒരു രോഗശാന്തി പ്രാർത്ഥന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടല്ല നാം ചെയ്യണത്. യു മസ്റ്റ് ലീവ് പീസ്ഫുള്ളി ആൻഡ് വിത്ത് ഹോൾ ജോയ് ഓഫ് ദി സ്പിരിറ്റ്. നീ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കണം. നിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടണമെന്ന് നിർബന്ധമാണ്, എനിക്ക് നിർബന്ധമാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല, അച്ഛനായ കാലം മുതലേ ഉള്ള എല്ലാ മനുഷ്യരുടെ മുമ്പിലും വിശപ്പില്ലാതെ വിശപ്പ് കിട്ട് മനുഷ്യൻ ജീവിക്കണം. എല്ലാവർക്കും ഭക്ഷണം കിട്ടണം. അവരുടെ മാന്യമായ നിലവാരം മനുഷ്യൻ ജീവിക്കണം. എല്ലാവരും സന്തോഷിച്ച് ജീവിക്കണം. ഞാൻ ഈശോനോട് പലപ്പോഴും എൻ്റെ സ്വകാര്യ പ്രാർത്ഥനയെ പറഞ്ഞിരിക്കണം, കർത്താവേ പാപമല്ലാത്ത എല്ലാ സന്തോഷവും എല്ലാവർക്കും കൊടുക്കണമേ എന്നാണ്. സത്യമായിട്ട് ഈശോയോട് ഇരിക്കണുണ്ടല്ലോ, അമ്മ എൻ്റെ ഇടതുവശം നിൽക്കുന്നുണ്ട്. അമ്മ ഈശോയോട് ഞാൻ എന്നും പറഞ്ഞിരിക്കുന്നതാണ്, പാപമല്ലാത്ത എല്ലാ സന്തോഷവും എല്ലാവർക്കും കൊടുക്കണമേ, എന്നിട്ട് അവരെല്ലാവരും നിന്നെ അറിഞ്ഞ് ജീവിക്കണമേ. അതാണ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. എല്ലാവരും പാപമല്ലാത്ത എല്ലാ സന്തോഷവും എല്ലാവർക്കും കൊടുക്കണമേ, അവരെല്ലാവരും നിന്നെ ദൈവമായിട്ട് അറിഞ്ഞ് ജീവിക്കാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഒരു കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞു, ഞാനത് ഓർക്കണില്ല, പേര് ഓർക്കണില്ല. അച്ഛൻ കൈ വെക്കാൻ പറഞ്ഞപ്പോൾ ആ സ്ഥലത്ത്, രോഗത്തിൻ്റെ സ്ഥലത്ത് കൈകൾ വെച്ചു. അപ്പോഴാ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗമല്ല.
കുറേ നാൾ ജനങ്ങളിലേക്ക് കർത്താവ് വരണം, ജനങ്ങൾ കർത്താവിനെ കൊണ്ട് ജീവിക്കണം, കർത്താവ് ജനജീവിതത്തിൽ പ്രസക്തനാകണമെന്നൊക്കെ പ്രതുരായിരുന്ന കാലം തന്നെ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിനെ ജനജീവിതത്തെ പ്രസക്തമാക്കണം. അപ്പോൾ ദൈവം നമുക്ക് കുറേ മാർഗ്ഗങ്ങൾ അതിനുവേണ്ടി പറഞ്ഞു തന്നതിൽ ഒരു മാർഗ്ഗമാണ് രോഗമുള്ളിടത്ത് കൈവയ്ക്കാൻ. ഇവിടെ ഞാൻ കേട്ടതല്ല, ഞാൻ ഇന്ന് വരെ ഒരു കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുമില്ല. കാരണം ആദ്യകാലം മുതൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആണ് ഇവിടം വരെ നമ്മൾ എത്തിയത്. അപ്പം ശുശ്രൂഷ അതിൻ്റെ ഇടയ്ക്ക് വന്നതാ. കരിസ്മാറ്റിക് രീതികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥനയിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ശുശ്രൂഷയിൽ ആ ഒരു രീതി ഉപയോഗിക്കുന്നുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയാണത്. എല്ലാവരും ലൈവായിട്ട് ഉണർവോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയണത് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അഭിഷേകവും നിലവാരവും കൂടുതലാണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ചില കാര്യങ്ങളില്ലേ, ഇപ്പം രോഗമുള്ളിടത്ത് കൈവെക്കാനൊക്കെ ഇതുപോലെ ഈശോൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ ഈശോയാണ് ഇതുപോലെയുള്ള ചില മാർഗങ്ങൾ, മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് നമ്മളത് നിങ്ങൾക്ക് തരണത്. അച്ഛനത് നിങ്ങൾക്ക് പറഞ്ഞു തരണത്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, PCOD ഉള്ളവർ അടിവയറ്റി കൈവെക്കണം. PCOD ഇപ്പം ചിലർ പറയും എൻ്റെ ആമാശയം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കണം അച്ഛാ എന്ന് പറയും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു സാക്ഷി, ഇന്നലെ അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. സാക്ഷ്യമല്ല, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോൾ, ഈശോൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ ആമാശയം ഇങ്ങനെ അതിൻ്റെ ഈ ചുരുങ്ങണതും, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആമാശയം ചുരുങ്ങണ്ടേ? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിക്കുമ്പോൾ വീർത്ത് വരണ്ടേ? അങ്ങനെയല്ല, കഴിച്ചില്ലെങ്കിലും ആമാശയം അതുപോലെ ഇരിക്കും, വീർത്ത് തന്നെ ഇരിക്കും. അപ്പം അങ്ങനെ ഒരു അസുഖം. അപ്പം കർത്താവ് ആ സമയത്ത് പറഞ്ഞു ആ ആമാശയത്തെ സ്പർശിക്കണമെന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ചേച്ചി വന്ന് പറഞ്ഞ്, അച്ഛാ എൻ്റെ ആമാശയമാണ് ആ അവസ്ഥയെന്ന്. നമ്മൾ നിന്നെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്, ധൈര്യമായിട്ട് പോയിക്കാന്ന് പറഞ്ഞു. അപ്പം അതുപോലെ ഏതെങ്കിലും കുടൽ, ഇപ്പം ചില ആൾക്കാരെ കുടൽ ഭക്ഷണം കഴിക്കുമ്പോൾ തട്ടി വീർക്കത്തില്ലേ, അൾസർ, നാക്ക് പഠിക്കുമ്പോൾ വക്കാനം വരും, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അവരൊക്കെ അടിവയറ്റി കൈവെക്കണം. ഇപ്പോഴേ അൾസറാണത്. നാക്ക് പഠിക്കുമ്പോൾ വക്കാനം, നെഞ്ചിരിച്ചിൽ, അല്പം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് വീർത്ത പോലെ തോന്നണവർ ഇപ്പോൾ വയറ്റി കൈവെക്കണം. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നറിയാവോ, നിങ്ങൾക്ക് ചിലപ്പോൾ അസുഖം ഉണ്ടാകത്തില്ല, പക്ഷെ നിങ്ങളുടെ ചെടുതിക അനുജനിയ വീട്ടുകാർക്കുണ്ടാകും. അപ്പം നിങ്ങൾ അവരുടെ പേരിൽ നിങ്ങളുടെ വയറ്റിൽ കൈവെക്കണം. എന്താ കാര്യം? എവിടെ ആരെ കൈവച്ചാലും ആരുടെ പേരിലാണ് കൈവെക്കണത്? കർത്താവിൻ്റെ പേരിലാണ്, അല്ലേ? ഉദരരോഗമുള്ളവരെല്ലാം വയറ്റിൽ കൈവെക്കുക. ഉദരരോഗമുള്ളവരെ പറയണമെന്നിട്ട്, ഈശോ ഞാൻ നിൻ്റെ തിരുമുറുവാർന്ന വലതുകരമാണ് വെച്ചിരിക്കുന്നത്, ഞാൻ നിൻ്റെ നാമത്തിലാണ് കൈവച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ഈശോ, ഞാൻ നിൻ്റെ തിരുമുറുവാർന്ന വലത് കരമാണ് വയറ്റിൽ വെച്ചിരിക്കുന്നത്, ഞാൻ നിൻ്റെ നാമത്തിലാണ് വയറ്റിൽ കൈവച്ചിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലെ, യേശുവിൻ്റെ നാമത്തിലെ, യേശുവിൻ്റെ നാമത്തിലെ മാരക രോഗങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ ഒരു രീതി, നത്തിങ് ഈസ് നെഗ്ലിജബിൾ എന്ന് കരുതുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും നിസ്സാരമല്ല എന്ന്. ഇപ്പം നിങ്ങളുടെ മുടി കൊഴിച്ചിലാണ്, അച്ഛനത് സീരിയസ് ആയിട്ട് എടുക്കും, വെരി സീരിയസ്. അതിപ്പോൾ നിങ്ങൾക്ക് 65 വയസ്സുള്ള ഉണ്ടല്ലോ, അപ്പം മുടി കൊഴിയണല്ല എന്ന് പറയുമ്പോൾ ഭർത്താവ് പറയും, നീ എന്താ അതിൻ്റെ 2 കെട്ടാമള ചോദിക്കും. പക്ഷേ അച്ഛൻ ചോദിക്കത്തില്ല, ജോസഫിന് ചോദിക്കത്തില്ല.
കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്. ഇല്ലെങ്കിൽ തരേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലേ? ഇപ്പം നമുക്ക് 65 വയസ്സുകൊണ്ട് നമ്മുടെ മുടി കൊഴിയണം, നമ്മൾ ചീപ്പുമ്പോൾ ചീപ്പ നിറച്ച് മുടിയാകും. ഷോ, ഇത് എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ പറയാം, എന്താണ് നീ സിറിയൻ നടിയാണെന്ന് ഭർത്താവ് ചോദിക്കും. പക്ഷെ ഞാൻ ചോദിക്കത്തില്ല, എന്താ കാര്യം? അത് ആവശ്യമാണെന്ന്. ആവശ്യമില്ലെങ്കിൽ കർത്താവ് അവിടെ തരേണ്ട കാര്യമില്ലല്ലോ, ഇല്ലേ? അപ്പം നിങ്ങൾ ഒന്നും നെഗ്ലിജിബിൾ അല്ല, എല്ലാം സീരിയസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. 6:33 ആ വചനം കേട്ടാ എന്ത് രസമാണ്. മത്തായി 6:33 ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായ സംഭവങ്ങളാണ് എല്ലാം തന്നിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും കുറവൊന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിഷമം ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെ പുറത്ത് പറയാൻ പറ്റണതോ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോണത്. ഇതുപോലെ പുറത്ത് പറയാൻ പറ്റണതോ അല്ലെങ്കിൽ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകും. ആ മേഖലയെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ വരാൻ പോകുകയാണ്. നിങ്ങൾ ഭാഷാപരത്തെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, that your fire finger soak with the precious blood and the authority of the Catholic Church. I command you in the name of Jesus Christ to be healed. Hallelujah, 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 കർത്താവേ, തത്സമയം നൽകുന്ന സൗഖ്യങ്ങൾക്ക് അഭിഷേകങ്ങൾക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ക്യാൻസർ ഉള്ളവർ, മുഴയുള്ള സ്ഥാനങ്ങളിൽ കൈകൾ വെക്കുക. ബ്രസ്റ്റിൽ മുഴയുള്ളവർ ബ്രസ്റ്റിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയം ഉൾപ്പെടെ നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കുക. കിഡ്നി രോഗി, ഹൃദയ രോഗികൾ, ശ്വാസകോശ രോഗികൾ നെഞ്ചും കൂടിന് കൈവെക്കുക. ഇറക്കി കൈവെക്കുക. കൈ കറക്റ്റായിട്ട് നെഞ്ചിൻ്റെ പൂട്ടിന് വെക്കുക. കർത്താവ് ഇപ്പം എന്നെ സുഖപ്പെടുത്തുന്ന മനസ്സിൽ പറയുക, വിശ്വസിച്ച് പറയുക. കിഡ്നി രോഗികൾ പതകിന് കൈവെക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശു സ്വസ്ഥം വെച്ച സ്വസ്ഥം വെച്ച സ്വത്രം, യേശു സ്വസ്ഥം വെച്ച സ്വസ്ഥം വെച്ച സ്വത്രം, യേശു സ്വസ്ഥം വെച്ച സ്വസ്ഥം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit. I command you in the name of Jesus Christ to be healed. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദിവ്യമായ ഭക്തങ്ങൾക്ക് നന്ദി പറയുന്നു. അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം, സമാധാനം സന്തോഷം സമാധാനം സന്തോഷം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ വെച്ചിരിക്കുന്ന എല്ലാ സമയവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ ഞാൻ സമർപ്പിക്കുന്ന. സ്തുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. സാമ്പത്തിക കടങ്ങൾ രോഗം പോലെ തന്നെ, രോഗത്തിന് ശരീരത്തിനാണ് വേദന. സാമ്പത്തിക കടങ്ങൾ വരുമ്പോൾ മനസ്സിനും ഭയങ്കര ഭാരമായിരിക്കും. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകത്തില്ല. അതെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗമില്ലാതെ വേദനിക്കുന്നവരുടെ വേദനകളെ അമ്മ ഏറ്റെടുത്ത് പുതിയ മാർഗങ്ങൾ നൽകി ഈശോയുടെ നാമത്തിലെ
അവരെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവരെ, ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവരെ, പലിശയില്ലാ കട വായ്പ കൊടുത്തിട്ടുള്ളവരെ, കിട്ടാക്കടങ്ങള്, രേഖയില്ലാ കടങ്ങള്, കർത്താവേ, സാമ്പത്തിക ഞെരുക്കങ്ങള്, അധിക വരുമാനം ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. തൊഴിലെതിരെ സമർപ്പിക്കുന്നു. കുറേ അറ്റംപ്റ്റുകൾ നടത്തി പരാജയപ്പെട്ട് മനസ്സിടിഞ്ഞു പോയവരുണ്ട്. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അങ്ങനെ ഒരു 2-3 അടുപ്പിച്ച് പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു ബലം പോകും. ഇനി ശരിയാകത്തില്ലായിരിക്കും. പിന്നെ എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയയും ഇല്ല. ചില സമയത്ത് കൂട്ടുകാരുടെ സമ്മതത്തിന് പിടിപെട്ട് നമ്മൾ എടുത്ത് ചാടി കുറേ കാശ് ഏജൻസിക്ക് കൊടുത്ത് ആ കാശും പോയി, അടയാളമില്ല, വിഷയമില്ല, അകപ്പാടെ ഒരു പ്രശ്നം. ഇങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത്ഭുതകരമായി അമ്മ ഇടപെടണം ഈ വിഷയത്തിൽ. അതുപോലെ മക്കളെക്കുറിച്ച് വല്ലാണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട്. മക്കളുടെ തെറ്റായ പ്രണയബന്ധങ്ങൾ, എപ്പോഴും ഇങ്ങനെ മൊബൈലും വാട്സപ്പും കൊണ്ടിരിക്കണത്, പ്രേമിച്ച് രോഗം പിടിച്ചിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. പഠനവും ഇല്ല, ശരീരവും ഇല്ല, ഭക്ഷണവും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, ഒരു വികൃതഘോരമായ പിശാചിനെ പോലെ ആകണം. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ വരുമാന മാർഗങ്ങളാണ്. ഉള്ള വരുമാനം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കണം. കടയായാലും കച്ചവടമായാലും വരുമാന മാർഗങ്ങളെല്ലാം ഇങ്ങനെ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. പുതിയ എന്ത് ചെയ്താൽ രക്ഷപ്പെടുമെന്നൊരു ഐഡിയയും ഇല്ല. എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റുമെന്ന് നമ്മുടെ മനസ്സിൽ ആശങ്കയുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് കോമ്പറ്റീഷനും കാരണവും മറ്റുള്ളവരുടെ കള്ളത്തരങ്ങൾ കാരണവും ഒത്തിരിയേറെ മാനസിക പീഡ അനുഭവിക്കുന്നു. ആ വ്യക്തികളുടെ മേലെല്ലാം കർത്താവിന് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit, the fire finger, soak with the precious blood. Lord, increase His Spirit of power and grace. നേർച്ച വസ്തുക്കളുടെ ആശീർവാദമാണ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുവിൽ ഏറ്റവും വലിയ നേർച്ച വസ്തു പത്രം തന്നെയാണ്. പൈസ ഉള്ളതുപോലെ വാങ്ങിക്കണം കേട്ടോ. ഇപ്പം ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചെറിയ കിറ്റ് വെച്ചിരിക്കുന്നത്. പൈസ ഉള്ളവർ ആ ചെറിയ കിറ്റ് എടുക്കാൻ വേണ്ടിയല്ല, അവർ 1-2 കിറ്റ് എടുക്കണം. 2-3 ഒക്കെ. നേരത്തേക്ക് ആൾക്കാർ 250 എടുക്കുമായിരുന്നു. എടുത്തിട്ട് എന്തിനാണെന്ന് അറിയാമോ? കൊണ്ടു നടന്ന ആൾക്കാരെ പ്രാർത്ഥിച്ച് വിതരണം ചെയ്യും. ഇപ്പോൾ ഉടമ്പടിയുടെ ക്ലാസ്സിൽ എന്ത് വെള്ളം ചേർത്ത കൊണ്ടാണെന്നാണ് ആൾക്കാർ പ്രേക്ഷിത പ്രവർത്തനം കുറച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ പണിയായിരിക്കും മിക്കവാറും. കാര്യം ഈ ഉടമ്പടി ഏറ്റവും വലിയ സംഭവം പത്രം തന്നെയാണ്. അതാണ് അമ്മ മാതാവ് പത്രത്തെ ഏറ്റവും കൂടി അനുഗ്രഹിച്ചത്. അപ്പം നിങ്ങളത് വിശ്വാസത്തോടെ 3-4 ഒക്കെ കിട്ടുന്ന പൈസ ഉള്ളതുപോലെ വാങ്ങിച്ച് തീഷ്ണതയോടെ വിതരണം ചെയ്യണത് തന്നെയല്ല, രാത്രി വെച്ച് പ്രാർത്ഥിക്കണം. പത്രം വെച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവേ, ഈ ഒരു പത്രം സ്വീകരിക്കുന്ന വ്യക്തികളെ അങ്ങയെ തിരിച്ചറിയാനും അങ്ങയിലെ സൗഖ്യവും ആശ്വാസവും പ്രാപിക്കാൻ ഇടയാക്കണമേ എന്ന് വെച്ച് ഒരു ജപമാല ചൊല്ലിയിട്ട് വേണം പത്ര വിതരണത്തിന് പോകാൻ. ഒറ്റയടിക്കെല്ലാം വിതരണം ചെയ്യണ്ട.
ഒരു ദിവസം 5 എണ്ണം കൊടുത്ത്, അടുത്ത ദിവസം 10 എണ്ണം കൊടുത്ത്, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. വളരെ സിൻസിയറായ ദൈവതിരുസന്നിധി ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യണ ജോലി എന്ന് പറയുന്നതുണ്ടല്ല, നിത്യത വരെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്ന ജോലിയാണ്. എനിക്ക് കൃപാസനത്തിൽ ഏറ്റവും വലിയ സ്പെഷ്യൽ പ്രവർത്തനം പത്ര പ്രവർത്തനം തന്നെയാണ്. അപ്പം എൻ്റെ മക്കൾ അതേ സ്പിരിറ്റോടുകൂടി വേണം എടുക്കാൻ. ഞാൻ ദൈവത്തെ ആദ്യമേ തന്നെ ഒക്കുമെങ്കിൽ ഒക്കട്ടെന്നല്ല, കറക്റ്റ് ഒക്കുവെന്ന് തന്നെ ധരിച്ചാണ് സത്യസന്ധമായി വിശ്വസിച്ച് വരുന്നതാണ്. അപ്പം അത് ആ ഒരു ഫെയ്ത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവിനെ അറിയാത്തവർ എന്നെക്കൊണ്ട് ഈ ജന്മത്തിൽ ഒരു 50,000 പേരെയെങ്കിലും ഞാൻ ഈശോനെ അറിയിക്കും എന്ന് മനസ്സിൽ തീരുമാനിക്കണം. ഈശോനെ അറിഞ്ഞ് സ്നേഹത്തിലും സഹകരണത്തിലും പാപമില്ലാതെ വിശുദ്ധി ജീവിച്ച നമ്മുടെ ദൗത്യം പൂർത്തിയായി, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ജോലിയാണ് എൻ്റെ മക്കൾ ചെയ്യണമെന്നുള്ള ഓർമ്മയോടുകൂടി വേണം സന്തോഷത്തിൻ്റെ പത്രം വാങ്ങിക്കാൻ. സന്തോഷമായിട്ട് പോകണം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഈ മാസം അത്ഭുതം പ്രവർത്തിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണം. കാര്യം അത്രയും അഭിഷേകം കൊണ്ട് ശുശ്രൂഷ കൂടിയിട്ടാണ് നിങ്ങൾ പോണത്. സമാപന ആശീർവാദമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ചൈതന്യം നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർക്കട്ടെ. കൃപാസനത്തിലെ ശുശ്രൂഷയിൽ വന്ന ഓരോ നിയോഗങ്ങളും കർത്താവേ, മാരക രോഗികൾ, കടബാധിതയിൽ കഴിയുന്നവർ, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവർ, ദുഃഖ ദുരിതത്തിൽ കഴിയുന്നവർ, ജീവിത വിഷമത്തിൽ കഴിയുന്നവരെ, കർത്താവേ, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്താനരഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ തൊഴിൽ തേടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധിക വരുമാനം ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ മഹത്വം, യേശുവേ ആരാധന.